പ്രിയ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ എൻ്റെ നാട്ടിലാണ് നിൽക്കുന്നത്. നല്ലൊരു ബിഗ് സല്യൂട്ട് കൊടുക്കുന്നൊരു കാഴ്ച നിങ്ങളിൽ എത്തിക്കുകയാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു വലിയ കുഴിയായിരുന്നു കേട്ടോ. വലിയ കുഴിയെന്ന് വെച്ചാൽ വലിയൊരു കുഴിയായിരുന്നു. ഒരുപാട് ആക്സിഡൻറ്റും കാര്യങ്ങളും ഒക്കെ ഉണ്ടായൊരു കുഴിയാണ്. അപ്പോൾ തന്നെ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു റോഡ് കോൺക്രീറ്റ് ചെയ്യുന്നത് കേട്ടോ. ഭയങ്കര ഒരു കുഴിയായിരുന്നു കേട്ടോ. അത് കോൺക്രീറ്റ് ചെയ്യാണ്. ഓക്കെ കേട്ടോ. അല്ല, ഇവർ രണ്ടുപേരും കൂടെ ഈ കുഴി അടയ്ക്കുവാന്ന് വെച്ച്. അപ്പോൾ ഒന്ന് ജസ്റ്റ് എന്നെ വിളിച്ചു സ്വന്തമായിട്ട് ചെയ്യുക. അപ്പം നമുക്കൊക്കെ ഉപകാരമാകും. ബ്ലോക്കായി ഓക്കെ. അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ, ഇവരുടെ ആ ഒരു മനസ്സിനായിരിക്കട്ടെ ഇന്നത്തെ ബിഗ് സല്യൂട്ട്. അതല്ല, മെയിൻ റോഡാണ് കേട്ടോ. അതായത് വലിയകാവ് തിരക്കിപ്പടി മെയിൻ റോഡാണ്. സാമേ എവിടെ ഡ്രൈവിംഗ് ടെസ്റ്റുകളൊക്കെ നടക്കുന്ന മെയിൻ റോഡൂടാണ് ഇത് കേട്ടോ. മിനിറ്റിന് വണ്ടി ഇടവിട്ട് വരുന്നതാണ്. പോട്ടെ ചേട്ടാ, എന്താ ചേട്ടാ പേരെന്താ ചേട്ടാ? വിനുട്ടിയെ. പേരെന്താ? അഭിലാഷ്. നിങ്ങൾ ചേട്ടാ ഒന്ന് അടുത്തേക്കോ. ഇനി മൈക്ക് ഒന്ന് കണക്ട് ചെയ്തോട്ടെ. ചേട്ടാ, ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് വരാനുള്ള തീരുമാനം ഞാൻ ഇന്നലെ ഇവിടെ പോയപ്പോൾ ഒരു ബൈക്കാരൻ തലമുട്ടി വീഴുന്ന കണ്ടു. അതിന് മുമ്പിട്ട് വീണിട്ടുണ്ട്. എന്റെ വണ്ടി ഇതിലാണ് പോകുന്നത്. ചാടി മറിഞ്ഞ് വലഞ്ഞാ പോകുന്നത്. അങ്ങനെ ഇനി പോവല്ല്, ഒരുത്തം വീഴല്ല്, ഒരാള് വീട്, ഒരു ജീവൻ പൊലിയല്ല്. അതാണ് ഏറ്റവും വലുത്. എല്ലാ ജീവനും വിലപ്പെട്ടതാണ്. നിങ്ങളുടെ ഈ ഒരു നല്ല പ്രവൃത്തിയാണ് കേട്ടോ. ഇന്ന് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ലൊരു പ്രവൃത്തിയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ സാധാരണ ആളുകൾ ചെയ്യാൻ മടിക്കും. കാടെല്ലാം പിടിക്കും ഞാൻ. കാട് കിട്ടാടുന്ന അവിടെ അപ്പുറം ഇപ്പുറം കാട് പിടിക്കും ഞാൻ. ചേട്ടൻ എന്ത് ചെയ്യുവാ? വണ്ടിപ്പണി ഞങ്ങൾ രണ്ടുപേരും. ഇതെന്റെ കൂടെ സപ്പോർട്ട് ചെയ്യുന്ന ആളാ. പേരെന്തായിരുന്നു? അഭിലാഷ്. ഇത് സപ്പോർട്ട് ചെയ്യുന്ന ആളാ. അത്യാവശ്യം പണി അറിയാം. എവിടെ വീട്? ഇവിടെ 70. ഓ, ഞങ്ങളുടെ നാട്ടുകാരൻ പോലും എല്ലാം കേട്ടോ ഇങ്ങനെയൊക്കെയുള്ള. എന്റെ സ്ഥലം സ്വന്തം സ്ഥലം അച്ഛൻ കോവിൽ സ്വന്തം സ്ഥലം. അച്ഛൻ കോവിൽ പറഞ്ഞ ഞാൻ അച്ഛൻ കൂടെ പറഞ്ഞ അച്ഛൻ അയ്യപ്പന്റെ ആളാ. അയ്യപ്പൻ സ്വന്തം ആളാ. ചേട്ടൻ ഇവിടെ താമസിക്കുന്നുണ്ടോ? ഇപ്പൊ ഇവിടെ ചെറിയ വീട് മേടിച്ചു വാങ്ങിച്ച് താമസിക്കുന്നുണ്ടോ? വാടകയ്ക്കായിരുന്നു. തമ്പുരാൻ വീട് മേടിക്കാനുള്ള സാമ്പത്തിക ശേഷി ഇവിടെ തന്നു അയ്യപ്പൻ. നല്ലതാണ് കേട്ടോ, നല്ല പ്രവൃത്തിയാണ്. കാരണം ഈ ഒരു റോഡിലുണ്ടായിരുന്ന കുഴി ഇന്നലെ ബൈക്കാരൻ. അപ്പൊ ഞാൻ വണ്ടിക്കകത്തിരിക്കുക, എനിക്ക് പിടിക്കാൻ പറ്റില്ല. അപ്പൊ അതിന്റെ പേരിലാണ് ഇങ്ങനെ ചെയ്യുന്നത്? അതിന്റെ പേരിൽ മാത്രമല്ല, ഞാൻ ഇതിലെ വണ്ടി കൊണ്ട് പോന്ന. ഞാനും കുലുങ്ങി മറിഞ്ഞാ പോന്നെ. അതുകൊണ്ട് അതുകൊണ്ട് രണ്ടുമുണ്ട്. എത്ര പ്രശംസിച്ചാലും മതി വരാത്തൊരു കാര്യമാണ് ഇവർ ചെയ്തിരിക്കുന്നത്. പേരിന് വേണ്ടിയല്ല, ഒരു ജീവനും ഇവര് വിളിച്ചിട്ടല്ല ഞാൻ വന്ന കേട്ടോ. പേരിന് വേണ്ടിയല്ല. ഞങ്ങൾ ആരെ അറിയിക്കാൻ ചെയ്യുന്ന ആഗ്രഹം. അതായിരുന്നു ആഗ്രഹം രാവിലെ, പക്ഷെ പറ്റിയില്ല. കുറെ ആളുകൾ ഇവിടെ സാധനം കൊണ്ടിറക്കുന്നതൊക്കെ എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം അങ്ങനെ അതങ്ങ് പബ്ലിസിറ്റി ആയതാണ്. പബ്ലിസിറ്റി വേണ്ടിയല്ല, പേരും വേണ്ട, പ്രസിദ്ധിയും വേണ്ട. നല്ല ഒരു ജീവൻ പൊലിയില്ല, അത്രേ ഉള്ളൂ. നല്ല ഒരു ജീവൻ പൊലിഞ്ഞ് കഴിയുമ്പോൾ നമ്മൾ സർക്കാരിന് അനങ്ങാൻ തോന്നും. അതുവരെ മിണ്ടത്തില്ല. ഒരു ജീവൻ പോയി കഴിയുമ്പോൾ പിടിയുന്ന ഒരു പണിയാ. അതും കള്ളപ്പണി. ഒരു 5 ചാക്ക് സിമെന്റ് എടുത്ത് 1 ചാക്ക് സിമെന്റ് ഉണ്ടാക്കും. 4 പക്കം പിന്നെ അത് പൊളിഞ്ഞു പോകും. ഇതാ കളി ഇവിടെ നടക്കുന്നത്, കേരളത്തിലെ കളി. അപ്പോൾ ഇവരുടെ നല്ല മനസ്സിലിരിക്കട്ടെ ബിഗ് സല്യൂട്ട്. കാരണം ഈ ഒരു നല്ല പ്രവൃത്തി മറ്റാരും ചെയ്യാൻ തുനിയാത്തൊരു പ്രവൃത്തിയാണ് ഇവർ രണ്ടുപേരും കൂടി ചെയ്യുന്നത്. ചേട്ടാ, നിങ്ങളുടെ പേര് ഒരിക്കൽ കൂടെ ഒന്ന് പറയാമോ? ബിനു അഭിലാഷ്. അപ്പം ഇവർക്ക് ഇരിക്കട്ടെ ഇന്നത്തെ ബിഗ് സല്യൂട്ട്. കണ്ട ഒരുപാട് വണ്ടികൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് വണ്ടികളാണ് പോകുന്നത്. കേട്ടില്ല, എത്ര നാളെ കിടക്കാൻ തുടങ്ങിയിട്ട് ഒരു വർഷത്തിന് മേലായി. ഇതെന്താ ചെയ്യാത്തേ? ടാക്സിലോ എന്തെങ്കിലും കുറവുണ്ടോ? വണ്ടി ചുമ്മാ റോഡിൽ കൊണ്ടിട്ട് അപ്പോഴെ ഫോട്ടോ എടുക്കുക, എന്നിട്ട് അങ്ങ് അയച്ചു കൊടുക്കുക. അതാണ് വണ്ടി മാറ്റിയിട്ടാലും ഇതാ കളി ഇവിടുത്തെ. അതിന് വേണ്ടി നമ്മളെന്താ പാവം ചെയ്തത്? ടാക്സ് അടച്ചില്ലെങ്കിൽ അമ്മ അപ്പളെ പിടിക്കും, പോയടത്തില്ല അപ്പളെ പിടിക്കും. പറ്റിയ റോഡ് നമുക്ക് ശരിയാക്കി തരാം. അത് തന്നെ അതാദ്യം ചെയ്യും. എന്നിട്ട് കേരളം നമ്പർ വേണമെന്ന് പറഞ്ഞത്. തമിഴ്നാട്ടിലോട്ട് ചെല്ലും, ആരുകാവ് വഴിമണല്ലോ, വണ്ടി ചലിക്കത്തില്ല, വണ്ടി അനങ്ങത്തില്ല, വണ്ടി പൂപോലെ റോഡിൽ നിന്ന് ചോറണം. ഇവിടെ കേരളത്തിലോ അച്ചൻകോലോട്ട് പോകുന്ന റോഡിൽ നിന്ന് കാണണം. നടന്നു പോലും പോകാൻ പറ്റത്തില്ല. എത്ര നാളാണ് കിടക്കുന്നത് അവിടെ? മനുഷ്യരില്ല കിടക്കുന്നത്, മൃഗമാണോ കിടക്കുന്നത്? എന്നാ ശരിയാക്കുന്നത്? മന്ത്രിമാർക്കല്ലേ സുഖമായിട്ട് പോലും 100 വണ്ടി അകമ്പടിയോടെ അവിടെ മേലിൽ പോകും. ഈ പാമ്പ് പിടിച്ചാണോ? ഞങ്ങളെല്ലാം റോഡ് മാർക്കാൻ പറ്റും. എവിടെ പോയി ഞങ്ങൾ? അവിടെ ബുദ്ധിമുട്ട് ഞങ്ങൾ അവിടെ പറയണം. പറ. ഇവിടുത്തെ മന്ത്രിമാർക്ക് അറിയട്ടെ, അവർക്കറിയണ്ടല്ലോ. അവർ സുഖിച്ച് പോകില്ലേ നമ്മുടെ നികുതി പണത്തിൽ? ബാക്കിയുള്ള പാമ്പ് പിടിച്ചാൽ പിഴിഞ്ഞു ഉണ്ടാക്കുന്നത്. അവർക്ക് ഇതൊന്നും അറിയില്ലോ. ഒരു പാലം അവിടെ പോയി എത്ര വർഷം, 3 വർഷം കഴിഞ്ഞാണ് ആ പാലം ഇപ്പോൾ പണിയുന്നത്. അവരുടെ അടുത്താണ് അവർ പടപടം ചെയ്യും.
ഒരു മന്ത്രി ഇവിടെ വരുവാണെങ്കിൽ അപ്പുറത്തേക്ക് റോഡെല്ലാം അങ്ങ് വൃത്തിയാക്കുക. സാധാരണപ്പെട്ട ഒന്നുമില്ല. അവൻ അവർക്ക് അവൻ അടിമയാ. അവൻ സാധാരണപ്പെട്ട അടിമയാ. അവർ രാജാക്കന്മാരും. ആ കാലമൊക്കെ മാറി. അടിമത്തൊക്കെ എന്നാ കളഞ്ഞു. ദണ്ണം വന്നു ഇന്നലെ വീണപ്പോഴത്തേന് ഇവിടെ മുറിഞ്ഞു, മുട്ട് മുറിഞ്ഞു. വണ്ടിക്ക് എന്തെങ്കിലും പറ്റി അത് നമുക്ക് റെഡിയാക്കാം. ആളിന് പറ്റി എന്തോ ചെയ്യും അവരോട് പറയും. അവൻ്റെ വീട്ടുകാരന് പോയില്ലോ, ചിലപ്പോൾ ഒരു കുഞ്ഞായിരിക്കും. ആ കുഞ്ഞ് ആ തള്ളി പിന്നെ എങ്ങനെ ജീവിക്കും? അനാഥമായി. അതെ, ചേട്ടന്റെ രോദനം ഈ രോദനമല്ല, ഒരു എന്താ പറയുക, ഇത് ഇവിടെ മാത്രമല്ല. നാളെ എനിക്കും വരാം. നാളെ ഞാനേ ബൈക്ക് വന്ന് വീണു. എന്റെ വീട്ടിൽ ആരുള്ളൂ? എന്റെ കുടുംബത്തിൽ ആര് നോക്കും? സർക്കാർ നോക്കൂ. ഈ പെണ്ണുങ്ങളെ കണ്ടവൻ്റെ വീട്ടിൽ കുഴിയെടുക്കാൻ പറ്റുമല്ലോ. ഈ റോഡ് നിൽക്കുന്ന ഈ സൈഡിൽ നിൽക്കുന്ന ആ ബലം വെട്ടിക്കളാൻ പറയണേ. അതാ ചെയ്യേണ്ടത്. അല്ല കണ്ടവൻ്റെ വീട്ടിൽ പോയിട്ട് കഥ പറഞ്ഞിരിക്കല്ല. അവൻ കൊടുക്കുന്ന അവൻ്റെ കുഴി എടുത്തോണ്ടിരിക്കില്ല. ഇതാ ചെയ്യേണ്ടത്. ആ റോഡിന് സൈഡിൽ ആദ്യം വഴി വൃത്തിയാക്കേ. ഒരു വണ്ടി വന്നാൽ മറ്റേ വണ്ടി കാണത്തില്ല. ഈ കാർ നിൽക്കുന്ന കാരണം ആ കാർ മൊത്തം ഞാൻ ഇന്നലെ മിനിഞ്ഞാന്ന് രാത്രി വെട്ടിയേക്കുക. പോയി നോക്കി, സംശയം പോയി നോക്കുക. സിറ്റാറിന് ഇപ്പുറത്തോട്ട് അതും ചെയ്യാൻ കാരണം എൻ്റെ വണ്ടി വേറെ വണ്ടി ഒന്നും കണ്ടില്ല. ഇടിച്ചാണ് എൻ്റെ വണ്ടി. ഈക്കോ ഞാൻ ആഗ്രഹിച്ചെടുത്തതാ. ഒരു മാസമേ ഉള്ളൂ. ഇടിച്ചാൽ ഞാൻ എന്താ ചെയ്യും? വളരെ ശോചനീയാവസ്ഥയിലാണ് ഈ റോഡിൻ്റെ അവസ്ഥ വരുന്നത്. എന്ന് വെച്ചാൽ ഇരുചക്ര വാഹനക്കാർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് പാസ് ചെയ്ത് പോകുന്നത്. ഇതിന് അധികാരപ്പെട്ടവർ എത്രയും വേഗത്തിനുള്ള നടപടികൾ എടുക്കണം. റോഡ് മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ അതിൻ്റെ പരിസരങ്ങൾ ക്ലിയർ ചെയ്യാനുള്ള ക്രമീകരണങ്ങൾ ചെയ്യണം. നമസ്കാരം, അങ്ങോട്ട് വരാം. ഓക്കെ സാർ. ഇവരുടെ നല്ല പ്രവർത്തിക്കിരിക്കട്ടെ ഇന്നത്തെ ബിഗ് സല്യൂട്ട്. അപ്പം ഇത് ഇവർ പേരിനും പ്രസക്തിക്കും വേണ്ടി ഒന്നും ചെയ്യുന്നതല്ല കേട്ടോ. ഇതിൽ പോയവർ 1-2 പേര് എന്നെ വിളിച്ച് പറഞ്ഞു, ഇന്നൊരു സംഭവം നടക്കുന്നുണ്ട്, പെട്ടെന്ന് വരാമെങ്കിൽ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞു, അത് ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. അപ്പോൾ ബ്രോ ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ ഈ ഒരു നല്ല പ്രവൃത്തി ചെയ്യുന്നതിന് കേട്ടോ. പേരെന്ന് പറഞ്ഞാലേ അഭിലാഷ്. ഓക്കെ എന്നാലേ. അപ്പോൾ ഇവരെ നമ്മുടെ റാന്നിയിൽ തന്നെ വർക്ക്ഷോപ്പ് നടത്താം അല്ലേ? വർക്ക്ഷോപ്പ് നടത്താം അല്ലേ? ഓക്കെ, വർക്ക്ഷോപ്പ് നടത്തുന്ന വർക്ക്ഷോപ്പിലെ സ്റ്റാഫുകളും മുതലാളി എല്ലാവരും കൂടെ ചേർന്നാണ് ഇത് ചെയ്യുന്നത് കേട്ടോ.